ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോടൊരു വിശേഷം പറയുകയാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ, മഴക്കാലം വരികയാണ്. ചിരട്ട വലിച്ചെറിയരുതും നമുക്ക് രോഗം പകർത്തുന്നതിനായിട്ട് ചിരട്ടയിൽ വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് പെരുകും. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് മുക്തി നേടുകയും ചെയ്യാം, നമുക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ചിരട്ട നമ്മുടെ ഏരിയകളിൽ ആൾക്കാർ വന്ന് ശേഖരിക്കാൻ വരുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു തുക കിട്ടുകയും ചെയ്യും. 1 കിലോയോ മറ്റോ അങ്ങനെയാണെന്ന് തോന്നും. ഒരു തുക കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഗോഡൗണിൽ കൊണ്ടു ചെന്നാലും അവിടെ എടുക്കുന്നതാണ്. അപ്പോൾ അടുത്തൊക്കെ ഉള്ളവർ കൊണ്ടുവരും, നമുക്ക് തിരിച്ചിരട്ടായിട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതേപോലെ അവിടെ തൂക്കിയെടുക്കും, നമുക്ക് പൈസയും കിട്ടും. ചിരട്ട ഇപ്പോൾ പല വീടുകളും നാം ഉപയോഗിക്കാതെ കിടക്കുകയാണ്. ഇപ്പം എൻ്റെ വീടിനടുത്തുള്ള താത്ത കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഞാനും താത്തായും കൂടെ അവിടെ പോയി. താത്തായ്ക്ക് 8,600 ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അന്നത്തെ റേറ്റ് ചിരട്ടയ്ക്ക് നമ്മളെ സ്വർണ്ണത്തെ പോലെ തന്നെ ഓരോ ദിവസവും ചിലപ്പോൾ കാലത്തെ റേറ്റ് ആയിരിക്കില്ല, ഉച്ചത്തേക്ക് റേറ്റ്, അങ്ങനെ എപ്പോഴും റേറ്റിന് വ്യത്യാസം വരും. അതനുസരിച്ച് നമുക്ക് ചിരട്ടയ്ക്ക് വില കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി ചിരട്ട ആരും വലിച്ചെറിയരുതും. ചിരട്ട ഒരു ശല്യമായിട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും തോന്നുന്നത്. അയ്യോ, വീട്ടിൽ ചിരട്ടയുണ്ട്. പല വീടുകളിലും ചിരട്ട ഉപയോഗിക്കാറുമില്ല. അപ്പോൾ ആ ചിരട്ടകളെല്ലാം നമുക്ക് പണമാക്കി എങ്ങനെ മാറ്റാം. അതുകൊണ്ട് ദയവായി എല്ലാവരും ഈ വീഡിയോ കണ്ട് ചിരട്ട വീട്ടിൽ ശേഖരിച്ച് വെച്ചിരുന്ന് ഏരിയയിൽ ചിരട്ട ശേഖരിക്കാൻ വരുന്നവരെ കൈ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ചെറിയ തുകയും കിട്ടും. അതേപോലെ നമ്മുടെ ഒരു ചെറിയൊരു സമ്പാദ്യമാവും വീട്ടമ്മമാർക്ക്. ഇത് എൻ്റെ വീടിനടുത്തുള്ള താത്ത കൊണ്ടുവന്നാണ്. ഒരു ചാക്കിന് അരച്ചാക്ക് 8,600 ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ റേറ്റ് താത്ത കിട്ടി. അപ്പോൾ എല്ലാവരും ചിരട്ട ഇനി വിൽക്കുമല്ലോ.